ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ മരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ തൽക്കാലം കൊല്ലുന്നില്ല. നിന്റെ ആഗ്രഹം അങ്ങനെ നടപ്പാക്കണ്ട. ആരെങ്കിലും ഇത്തിരി കാശ് കൊടുക്കാന്ന് പറഞ്ഞ പെറ്റമ്മയെ പോലും അവൻ വിറ്റുകളയും. ആ മാതിരി സൈസ. ഓ, എന്തൊക്കെ ജാതി മനുഷ്യരാ. നിന്റെ അളിയന്റെ കാര്യം തന്നെയാ പറഞ്ഞ. ഋതിക മാഡം എടുക്കടാ, എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും മാഡം വിളിക്കണത്. ആ മാഡം. രാജു, ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. പറയൂ മാഡം. മാഡം എന്താ ഈ പറയുന്നത്? രാജു, ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല. അവര് ഗണ്ണുമായിട്ട് പോയിരിക്കുന്നത് അച്ഛന്റെ പിന്നാലെയാ. ശരി, അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് നമുക്ക് ചെല്ലണം. രാജു മാഡം വേഗം പുറത്തിറങ്ങി നിൽക്കുക. ഞാൻ ഇപ്പൊ എത്തിക്കാം. മോനെ, നീ എവിടെ പോണ്ട? എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ഞാൻ വന്നിട്ട് പറയാം. മനസ്സെത്തി വെച്ചിക്കാതെ കാര്യം പറഞ്ഞിട്ട് പോടാ. പറയാ അച്ഛാ. മോനെ, മോനെ രാജു, വേണൂട്ടാ, ഇവൻ എത്ര ധൃതിയിൽ എവിടെ പോകുന്നതാ? ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. അപ്പോ ഋതിക മാഡത്തിന്റെ ഫോൺ വന്നു. ഋതിക മാഡത്തിന്റെ ആ കൊച്ചെന്തോ പറഞ്ഞു. ശരം പോലെ ഒറ്റ പാച്ചില. കാര്യം എന്താ? ആ, ദൈവത്തിനറിയാം. അവൻ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവായിരുന്നു. അതെങ്ങനെ? മാതാപിതാക്കളുടെ മനസ്സ് മക്കൾക്കറിയില്ലല്ലോ. അതറിയണമെങ്കിൽ അവർക്ക് മക്കളുണ്ടാവണം. വേണൂട്ട് ഇങ്ങനെ വിഷമിക്കാതെ, അവൻ ഇപ്പൊ ഇനി വരും. ഇത് എങ്ങോട്ടാ പോയേ? അവരുടെ കാറ് കാണുന്നില്ലല്ലോ. ഈ വഴിക്ക് അവര് പോയത്. പിന്നെ ഇതെവിടെ പോയി? പിന്നെ എവിടെ പോയി രാജു? ബൈക്ക് കുറച്ചുകൂടി സ്പീഡ് വിട്. വേഗം പോ രാജു. രാജു, അമ്മയുടെ കാറ് ഫോളോ ചെയ്യ്.
ജഗന്നാഥ, തനിക്ക് സുഖം തന്നെയല്ലേ? ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരു പേടിയില്ലാത്തതാ എനിക്ക് അത്ഭുതം. അത് തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. കൊല്ലടി എന്നെ. ഞാൻ ആഗ്രഹിക്കുന്ന മരണോ? നീ മരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ തൽക്കാലം കൊല്ലുന്നില്ല. നിന്റെ ആഗ്രഹം അങ്ങനെ നടപ്പാക്കണ്ട. നിന്നെ എനിക്ക് ഇനിയും വേണം. ഇങ്ങനെയിട്ട് നിന്നെ എനിക്ക് കൊല്ലാതെ കൊല്ലണം. നീ നീ എന്നെ എത്ര ക്രൂരമായി ഉപദ്രവിച്ചാലും നിനക്കുള്ള ശിക്ഷയിൽ ദൈവം ഇളവ് തരില്ല. നീ ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങളും ഒരിക്കൽ പുറത്തു വരും. നോക്കിക്കോ. ചെലക്കാതാ നാക്ക് ഞാൻ പിഴുതെടുത്ത് കളയും. ഞാനിപ്പോ വന്നതേ പ്രധാനപ്പെട്ടൊരു വിശേഷം പറയാനാ. പ്രതാപനെ അവന്റെ മകളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ എന്റെ മകളല്ലാന്ന്. ഞാനേ അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാ. അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കൂ. ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ച പാലാട്ടുന്ന നായേ അവൻ. ഇപ്പോഴേ ഋതിക എങ്ങനെയാണ് അച്ഛനെ വിളിക്കുന്നതെന്ന് നിനക്കറിയോ? സാറെന്നാ. ഇനി ഉണ്ടാകാൻ പോകുന്ന എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പ്രതാപനെ മകളെ അടിച്ച് പുറത്താക്കും. പ്രതാപനെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. നിർത്തടി. അകലെ